بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിഖ്ഹ് അഞ്ചാം പാഠം അൽ ഇദ്ദത്തു. പെട്ടെന്ന് വായിച്ചർത്ഥം പറയുന്നേ ഉള്ളൂ, കൂടുതൽ വിശദീകരിക്കുന്നില്ല. അൽ ഇദ്ദത്ത് എന്ന് പറഞ്ഞാൽ, ഇദ്ദ എന്ന് പറഞ്ഞാൽ മുദ്ദത്തുൻ തൻതളിറു ഫീഹൽ മർഅ, ഒരു പെണ്ണ് കാത്തിരിക്കുന്ന കാലയളവാണ്. ആ കാലയളവിനെയാണ് ഇദ്ദ എന്ന് പറയുന്നത്. ഏത് കാലയളവ്? തൻതളിറു ഫീഹൽ മർഅതു, പെണ്ണ് ആ കാലയളവിൽ കാത്തിരിക്കും. ലി മഅരിഫത്തി ബറാഅത്തി റഹ്മിഹ മിനൽ ഹംലി, അവളുടെ ഗർഭാശയം ഹംലിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാകുക എന്നർത്ഥം. റഹ്മ് ഗർഭപാത്രം, മിനൽ ഹംലി ഗർഭത്തിൽ നിന്ന് റഹ്മ് ഒഴിവായിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കാലയളവ്. ഔലി തഅബ്ബുദി, അല്ലെങ്കിൽ തഅബ്ബുദിന് വേണ്ടി കാത്തിരിക്കുന്ന കാലയളവ്. തഅബ്ബുദ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം. ഔലി തഫജ്ജുഇഹ അലാ സൗജിൻ മാത്ത, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഭർത്താവിനോടുള്ള വിരഹ ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന കാലയളവ്. അപ്പം ഇതില് തഅബ്ബുദിന് വേണ്ടിയോ ഗർഭപാത്രം ഒഴിവാകുന്നത് തിരിച്ചറിയാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള ഭർത്താവിന്റെ വിയോഗത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടിയോ കാത്തിരിക്കുന്ന കാലയളവ് എന്നാണ് ഇതിന്റെ തഅരീഫ് പറയുന്നത്. അപ്പൊ ഇതില് തഅബ്ബുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ അംറുൻ ലാ തുദ്റകു ഹിക്മത്തുഹു, എന്തിനാണ് അവളോടും ഇരിക്കാൻ പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. വഹുവ അംറുൻ, അതൊരു കാര്യമാണ്. ലാ തുദ്റകു ഹിക്മത്തുഹു, അതിന്റെ ഹിക്മത്ത്, അതിന്റെ യുക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ഇസ്ലാമിൽ കുറെ കാര്യങ്ങൾക്ക് അല്ലാഹു തആല കൃത്യമായിട്ട് ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്. പക്ഷേ ചില കാര്യങ്ങൾ അള്ളാഹ് പറഞ്ഞതുകൊണ്ട് നമ്മളത് അനുസരിക്കുന്നു എന്നതിലപ്പുറത്തേക്ക് അതിന്റെ യുക്തി എന്താണെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതിന് അള്ളാഹുവിൻ്റെതായ ഹിക്മത്ത്, യുക്തി ഉണ്ടാവാം. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളത് തഅബ്ബുദിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, നമ്മൾ ചെയ്യുന്നു. യുക്തി എന്താണെന്നൊന്നും ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നമ്മളത് അന്വേഷിക്കാൻ പോകുന്നില്ല. അത് അള്ളാഹ് പറഞ്ഞു, നമ്മൾ ചെയ്യുന്നു. കഅബയെ തവാഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഹജറുൽ അസ്വദ് മുത്തണം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ അള്ളാഹ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതൊക്കെ എന്തിനാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്, അതൊക്കെ ചെയ്തതുകൊണ്ട് നമുക്കെന്താണ് പ്രയോജനം എന്നാലോചിച്ചാൽ നമുക്കെന്തില്ല, അതിനൊരു കൃത്യമായ മറുപടി ഒന്നും കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പം അതൊക്കെ എന്താണ്? അള്ളാഹ് കൽപ്പിച്ചു, നമ്മൾ അനുസരിക്കുന്നു. അതാണ് പൂർണ്ണമായി അള്ളാഹുവിന് വഴിപ്പെടണമെങ്കിൽ നമ്മൾ ചിലതൊക്കെ യുക്തിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടി വരും. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്നതുപോലെ അള്ളാഹു തആല ഇദ്ദയിരിക്കാൻ പറഞ്ഞതിന്റെ യുക്തി ഒന്നുകിൽ അത് അവരുടെ റഹ്മ് ഗർഭത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് കുറെ കേസുകളിലൊക്കെ നമുക്ക് അങ്ങനെയാണെന്ന് പറയാൻ കഴിയും. ഇദ്ദയിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, കുറെ കേസുകളിൽ, കുറെ സ്ത്രീകളുടെ കാര്യത്തിൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാകും. ഗർഭാശയത്തിൽ മറ്റ് ആദ്യത്തെ ഭർത്താവിന്റെ കുട്ടി ഇവളുടെ ഗർഭാശയത്തിൽ വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം അവൾ അത് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് അവളെ വീണ്ടും വിവാഹം ചെയ്താൽ, അങ്ങനെ അവൾ ഗർഭിണിയായി പ്രസവിച്ചാൽ, ഈ കുട്ടി നേരത്തെ ഉള്ള ആളുടേതാണോ എന്ന് സംശയം വന്നാൽ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പല പ്രശ്നങ്ങളും ഉണ്ട്. അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ആ കുട്ടിയുടെ തറവാടിത്തവും പിതൃത്വവും ഒക്കെ സ്ഥിരപ്പെടുത്തുന്നത് പല വിഷയങ്ങളിലും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ പിന്നെ കുറെ കേസുകളിൽ എന്താണ്, അവളുടെ ഗർഭാശയത്തിൽ നേരത്തെയുള്ള ഭർത്താവിന്റെ കുട്ടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ്. എന്നാൽ ചില കേസുകളിൽ അതാണെന്ന് പറയാൻ യാതൊരു വകുപ്പും ഇല്ല. അങ്ങനെ അല്ലാത്ത കേസുകളിലും ഇദ്ദയിരിക്കാനുള്ള കൽപ്പനയുണ്ട്. അപ്പൊ അവിടെ എന്താണ്, ചിലപ്പം ഭർത്താവ് മരണപ്പെട്ടതിന്റെ പേരിലാണെങ്കിൽ പിന്നെ അത് മരണപ്പെട്ടതിന്റെ ഒരു ദുഃഖം രേഖപ്പെടുത്താൻ എന്ന രീതിയിൽ പറയാം. അതുമല്ലാത്ത കേസുകളും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ അത് തഅബ്ബുദിന് വേണ്ടിയാണെന്ന് പറയും. ഞാൻ വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് വിശദീകരിച്ചത് ഒരുപാട് ആളുകൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ പലരും പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ്. തഅബ്ബുദാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. നമ്മൾ അള്ളാഹ് പറഞ്ഞു അനുസരിക്കുന്നു. മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നത് നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ചില കാര്യങ്ങളിൽ ഇതൊക്കെ ഓക്കെ ആണല്ലോ, അപ്പൊ അള്ളാഹ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ എന്താണെന്ന് യാതൊരു ധാരണയും ഇല്ലാതെയും നമ്മളത് ചെയ്യേണ്ടി വരും. കാരണം എന്താ? പൂർണ്ണമായ അനുസരണയാണ് അള്ളാഹ്ക്ക് വേണ്ടത്. ആ പൂർണ്ണമായ അനുസരണയാവണമെങ്കിൽ ചിലതൊക്കെ എന്തിനാന്ന് ചോദിക്കാതെയും അനുസരിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഇദ്ദ എന്ന് പറഞ്ഞാൽ മുദ്ദത്തുൻ തൻതളിറു ഫീഹൽ മർഅ, ഒരു പെണ്ണ് കാത്തിരിക്കുന്ന കാലയളവാണ്. ലി മഅരിഫത്തി ബറാഅത്തി റഹ്മിഹ മിനൽ ഹംലി, അവളുടെ ഗർഭത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്ന് ഉറപ്പുവരാൻ വേണ്ടി, അറിയാൻ വേണ്ടി. ഔലി തഅബ്ബുദി, അല്ലെങ്കിൽ തഅബ്ബുദിന് വേണ്ടി. ഔലി തഫജ്ജുഇഹ അലാ സൗജിൻ മാത്ത, അല്ലെങ്കിൽ മരണപ്പെട്ട ഭർത്താവിനോടുള്ള വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടി.
ഇതിലേതെങ്കിലുമൊക്കെ കാരണങ്ങൾക്ക് വേണ്ടി അവൾ കാത്തിരിക്കുന്ന കാലയളവിനെയാണ് ഇദ്ദ എന്ന് പറയുന്നത്. തഅബ്ബുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അംറുൻ ലാ തുദ്റകു ഹിക്മത്തുഹു, അതിന്റെ യുക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം. അതിന്റെ യുക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ തഅബ്ബുദിയായിട്ട് നമ്മൾ അനുസരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അൽ ഇദ്ദത്തു വാജിബത്തുൻ, ഇദ്ദ നിർബന്ധമാണ്. ലിഫുർഖത്തി സൗജിൻ ഹയ്യിൻ, ജീവനുള്ള ഭർത്താവ് വേർപിരിഞ്ഞാൽ ഇദ്ദ നിർബന്ധമാണ്. ജീവനുള്ള ഭർത്താവ്, ജീവനോടെയുള്ള, അതായത് ഭർത്താവ് മരണപ്പെട്ടതല്ല, മരണപ്പെട്ടതിന്റെ കേസ് നമുക്ക് പിന്നെ പറയാം. അപ്പൊ ജീവനോടെയുള്ള ഒരു ഭർത്താവ് വേർപിരിഞ്ഞാൽ, ഭർത്താവുമായി ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞാൽ ഇദ്ദ നിർബന്ധമാണ്. ബി ത്വലാഖിൻ ഔ ഫസ്ഖിൻ, ത്വലാഖ് കൊണ്ടോ ഫസ്ഖ് കൊണ്ടോ വേർപിരിഞ്ഞാൽ, ത്വലാഖ് കൊണ്ടോ ഫസ്ഖ് കൊണ്ടോ വേർപിരിഞ്ഞാൽ ഇദ്ദ നിർബന്ധമാണ്. ഇൻ കാന സൗജു വാത്തി അൻ ലഹ, ആ സൗജ് അവളെ വത്തു ചെയ്തിട്ടുണ്ടെങ്കിൽ, സൗജുമായിട്ട് അവൾ വത്തുയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദ നിർബന്ധമാണ്. വ ഇൻ തുയുഖിന ബറാത്തു റഹ്മിഹ, അവളുടെ ഗർഭാശയത്തിൽ ഗർഭമൊന്നുമില്ല എന്ന് ഉറപ്പാണെങ്കിലും ഇദ്ദ നിർബന്ധമാണ്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, അത് ഉറപ്പുവരാൻ വേണ്ടി മാത്രമാണ് ഇദ്ദ എന്ന് പറയാൻ കഴിയില്ല, ഇദ്ദക്ക് വേറെയും ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? ഭർത്താവ് വത്തു ചെയ്ത ആളാണെങ്കിൽ ഫസ്ഖ് കൊണ്ടോ ത്വലാഖ് കൊണ്ടോ ജീവനുള്ള ഒരു ഭർത്താവുമായി വേർപിരിഞ്ഞാൽ ഇദ്ദ നിർബന്ധമാണ്. അതിനിപ്പം ഗർഭാശയം ഒഴിവാണ് എന്ന് ഉറപ്പാണെങ്കിൽ പോലും നിർബന്ധം തന്നെയാണ്. വ മുദ്ദത്തുൽ ഇദ്ദത്തി അലാ ഹുർറത്തിൻ, എത്ര കാലാണ് ഈ കാത്തിരിക്കേണ്ടത്? ഇതിന്റെ കാലയളവ് എത്രയാണ്? ഇദ്ദയുടെ കാലയളവ് എന്ന് പറയുന്നത് അലാ ഹുർറത്തിൻ, സ്വതന്ത്ര സ്ത്രീക്ക്, സ്വതന്ത്രയായ സ്ത്രീക്ക്, അടിമയല്ലാത്തതെന്നർത്ഥം. തഹീലു, ഹൈലുണ്ടാകുന്ന സ്വതന്ത്രയായ സ്ത്രീക്ക്, ഹൈലുണ്ടാകുന്ന സ്ത്രീയാണ്, ഹൈല് നിലച്ചിട്ടില്ല എന്നർത്ഥം, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ചെറിയ കുട്ടി, അങ്ങനെയൊന്നുമല്ല. എന്താണ്? സാധാരണ ഹൈല് ഉണ്ടാകുന്ന ഒരു സ്ത്രീയാണ് എങ്കിൽ അവൾക്ക് സലാസത്തു ഖുറൂഇൻ, 3 ശുദ്ധികാലമാണ് അവളുടെ ഇദ്ദയുടെ കാലയളവ്. ഹൈൽ ഉണ്ടാവുന്ന പെണ്ണിന് 3 ശുദ്ധികാലമാണ് ഇദ്ദയുടെ കാലയളവ്. വൽ ഖർഉ ഹുന, ഈ ശുദ്ധികാലം എന്ന് പറയുന്നത് ഇവിടെ തുഹ്റുൻ ബൈനൽ ഹൈലത്തൈനി, 2 ഹൈലുകളുടെ ഇടയിലുള്ള ശുദ്ധി എന്നാണ് അർത്ഥം. ഔ ബൈന ഹൈലിൻ വ നിഫാസ്, അല്ലെങ്കിൽ ഒരു നിഫാസിന്റെയും ഒരു ഹൈലിന്റെയും ഇടയിലുള്ള ശുദ്ധികാലം എന്നാണ് അർത്ഥം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പെണ്ണ് പ്രസവിച്ച് അവൾക്ക് നിഫാസ് ഉള്ള സമയത്ത്, നിഫാസ് നിലച്ചാൽ എന്തായി? തുഹറിലേക്ക് പ്രവേശിച്ചു അല്ലെ. പക്ഷെ നിഫാസ് നിന്നിട്ടില്ല, നിഫാസ് ഉണ്ട്. ആ സമയത്താണ് ത്വലാഖ് ചെല്ലുന്നത്. ആ സമയത്ത് ത്വലാഖ് ചെല്ലാൻ പറ്റുമോ, അതിന്റെ വിധി എന്താണെന്നൊക്കെ നമ്മൾ വേറെ പറഞ്ഞു. ആ സമയത്താണ് ത്വലാഖ് ചെല്ലുന്നത് എങ്കിൽ, പ്രസവിക്കുന്നതിന് മുമ്പാണ് പ്രസവത്തോടു കൂടി കഴിയൂട്ടോ. പക്ഷെ പ്രസവിച്ചതിന് ശേഷം ആ നിഫാസ് കാലയളവിലാണ് ത്വലാഖ് ചെല്ലുന്നത് എങ്കിൽ എന്താണ്? ആ നിഫാസ് നിന്നതിന് ശേഷം തുഹറിലേക്ക് കടന്നല്ലോ, പിന്നീട് ഒരു ഹൈൽ ഉണ്ടായാൽ ഒരു ശുദ്ധികാലയളവായി. ആ നിഫാസിന്റെയും ഹൈലിന്റെയും ഇടയിലുള്ളത് ഒരു ശുദ്ധികാലം. അടുത്ത ഹൈല് പിന്നെ വന്നു, അതിന് ശേഷം വീണ്ടും ഹൈൽ ഉണ്ടാകുമ്പം അതിൻ്റെ ഇടയിലുള്ള കാലയളവ് ഈ 2ാമത്തെ ശുദ്ധികാലം. പിന്നീട് ഒരു ഹൈലും കൂടെ ഉണ്ടാകുമ്പം, പിന്നെ അതായത് ഇപ്പോൾ ഒരു ഹൈൽ ആയല്ലോ, ഈ ശുദ്ധികാലം കഴിയുമ്പോഴത്തേക്ക് ഒരു ഹൈൽ ഉണ്ടായല്ലോ, അതിനുശേഷം ശുദ്ധിയായി വീണ്ടും അടുത്ത ഹൈൽ ഉണ്ടാകുമ്പോഴത്തേക്ക് 4ാമത്തെ ഹൈലിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി 3 ശുദ്ധികാലം പൂർത്തിയാവും. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഒന്നുകൂടി പറയാനുണ്ട് നമുക്ക് താഴെ സെയിം, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം അവിടെ ആവർത്തിക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. അപ്പം ഒന്നുകിൽ 2 ഹൈലുകളുടെ അല്ലെങ്കിൽ ഒരു ഹൈലിന്റെയും ഒരു നിഫാസിന്റെയും ഇടയിലുള്ള ശുദ്ധികാലത്തെയാണ് ഖുർഅ് എന്ന് പറയുന്നത്. ഫൈദാ തുല്ലിഖത്ത് ഫീ തുഹ്രിൻ, ശരിക്കും തുഹറിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഒരു പെണ്ണിനെ ത്വലാഖ് ചെല്ലേണ്ടത് എന്ന് അല്ലെ, ചൊല്ലേണ്ട സാഹചര്യം ഉണ്ടായാൽ ചൊല്ലേണ്ടത് എപ്പോഴാണ്? തുഹറിലാണ്, ശുദ്ധികാലത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ശുദ്ധികാലത്താണ്, ഫൈദാ തുല്ലിഖത്ത് ഫീ തുഹ്രിൻ, ഒരു ശുദ്ധികാലത്താണ് ഒരു പെണ്ണിനെ ത്വലാഖ് ചെല്ലുന്നത് എങ്കിൽ ഫഹാലത്ത്, ഇപ്പൊ ശുദ്ധിയാണ്, അപ്പൊ ഇങ്ങനെ ശുദ്ധിയാണെന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മൾ ഗണത്തിൽ പെടുത്തൂല. അതായത് ഇത് ഗണത്തിൽ പെടുത്തും. ഫഹാലത്ത് ബഅദ ലഹ്ളത്തിൻ, അവിടെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് ഹൈല് തുടങ്ങി. ഈ ത്വലാഖ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഹൈല് തുടങ്ങിയാൽ 1ാമത്തെ ഹൈലായി എങ്കിൽ, ഇപ്പൊ 1ാമത്തെ ഹൈലാകുമ്പം 2 ശുദ്ധികാലത്തിനിടയിലുള്ളത് എന്ന് ഒന്നാമത്തെ ഹൈല്, അതായത് ത്വലാഖിന് ശേഷം 1ാമത്തെ ഹൈല്, ത്വലാഖ് ശുദ്ധികാലത്താണ്, അതിനുശേഷം 1ാമത്തെ ഹൈൽ ഉണ്ടായി, അങ്ങനെ 2ാമത്തെ ഹൈൽ ഉണ്ടായി. ഇപ്പൊ 2 ശുദ്ധികാലമായിട്ട് കൂട്ടും. മനസ്സിലായ? ആദ്യത്തെ ഈ ഹൈൽ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ത്വലാഖ് ചെല്ലിയ ആ സമയത്തുള്ള തുഹർ 1,
രണ്ടാമത്തെ ഹൈദ് ഉണ്ടായപ്പോഴത്തേക്ക് രണ്ടാമത്തെ ശുദ്ധി കഴിഞ്ഞു. മൂന്നാമത്തെ ഹൈദിലേക്ക് പ്രവേശിച്ചാൽ അവളുടെ മൂന്നാമത്തെ ശുദ്ധികാലവും പൂർത്തിയായി, ഇദ്ദ പൂർത്തിയാവും തുഹറിലാണെങ്കിൽ. അതാണ് പറയുന്നത് ഫൈദ തുല്ലഖത്ത് ഫി തുഹിരിൻ, ശുദ്ധികാലത്ത് തുഹറായിരിക്കെ അവളെ തൊലാഖ് ചൊല്ലുകയും ഫഹാലത്ത് ബഅദ ലഹ്ലത്തിൻ, കുറച്ച് കഴിയുമ്പോൾ തന്നെ അവളുടെ ഹൈദ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്താൽ ഇൻഖലത്ത് ഇദ്ദത്തുഹാ ബിത്താനി ഫിൽ ഹൈലത്തി സാലിസ, മൂന്നാമത്തെ ഹൈദിൽ പ്രവേശിക്കലോടുകൂടി അവളുടെ ഇദ്ദ പൂർത്തിയാകുന്നതാണ്. ഔ തുല്ലിഖത്ത് ഹായിലൻ, അതേസമയം ഹായില് വന്ന് തുടങ്ങിയ ശേഷമാണ്, ഹായിലായിരിക്കുന്ന കണ്ടീഷനിലാണ് എന്തുണ്ടാകുന്നത്, തൊലാഖ് സംഭവിക്കുന്നത് എങ്കിൽ, തൊലാഖ് ചൊല്ലുന്നത് എങ്കിൽ ഫതൻഖള ഇദ്ദത്തുഹാ ബിത്താനി ഫിൽ ഹൈലത്തി റാബിഅ, നാലാമത്തതിലേക്ക് പ്രവേശിക്കലോടുകൂടിയാണ് അവളുടെ ഇദ്ദ പൂർത്തിയാകുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ നിഫാസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, നിഫാസ് ഉള്ള കണ്ടീഷനിലാണ് ചൊല്ലുന്നത് എങ്കിൽ എന്തായി പോകും, അത് ഒരു ശുദ്ധികാലമായിട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ. അത് നിന്ന് ശുദ്ധിയിലേക്ക് പ്രവേശിച്ചു, വീണ്ടും ഒന്നാമത്തെ ഹൈദ് ഉണ്ടാകുമ്പം ഒരു ശുദ്ധികാലമേ പൂർത്തിയാകുന്നുള്ളൂ. രണ്ടാമത്തെ ഹൈദ് ഉണ്ടാകുമ്പോൾ 2 ശുദ്ധികാലം പൂർത്തിയാവും. മൂന്നാമത്തെ ഹൈദ് ഉണ്ടാകുമ്പോൾ 3 ശുദ്ധികാലം. അതായത് ആദ്യത്തെ നിഫാസും കൂടെ വരുമ്പോഴത്തേക്ക് അത് 4 ആയി. ആ ആദ്യത്തെ നിഫാസിന് പകരം ആദ്യം തന്നെ ഹൈദാണെന്ന് വിചാരിച്ചു. ഹൈദ് ഉള്ള സമയത്താണെങ്കിൽ ആ ഒന്നാമത്തെ ഹൈദ് കൊണ്ട് ഇവളുടെ ഒറ്റ ശുദ്ധിയും പൂർത്തിയായിട്ടില്ല. രണ്ടാമത്തെ ഹൈദിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഒന്നാമത്തെ ശുദ്ധികാലം പൂർത്തിയാവുന്നത്. പിന്നീട് മൂന്നാമത്തെ ഹൈദിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് രണ്ടാമത്തെ ശുദ്ധികാലം പൂർത്തിയാവുന്നത്. നാലാമത്തെ ഹൈദിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മൂന്നാമത്തെ ശുദ്ധികാലം പൂർത്തിയാവുന്നത്. അതേസമയം തുഹറിലാണെങ്കിൽ എന്തില്ല, ആദ്യത്തെ തുഹർ തന്നെ ഒരു ശുദ്ധികാലമായിട്ട് കൂട്ടും. ഒന്നാമത്തെ ഹൈദ് വരുന്നതോടുകൂടി തന്നെ ആദ്യത്തെ ശുദ്ധികാലം പൂർത്തിയായി, രണ്ടാമത്തെ ഹൈദോടുകൂടി രണ്ടാമത്തെ ശുദ്ധികാലം പൂർത്തിയായി, മൂന്നാമത്തെ ഹൈദോടുകൂടി മൂന്നാമത്തെ ശുദ്ധികാലം പൂർത്തിയായി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇതിന്റെ കണക്ക് വരിക. അപ്പം ഹായിലായിട്ടാണ് തൊലാഖ് ചെല്ലപ്പെടുന്നതെങ്കിൽ നാലാമത്തെ ഹൈദ്, ആ ഹൈദ് ഒന്നാമത്തതായിട്ട് കൂട്ടിയാൽ നാലാമത്തെ ഹൈദിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടിയേ എന്ത് ചെയ്യുള്ളൂ, അവൾ ശുദ്ധിയാവുകയുള്ളൂ. അത് ഹൈദിന് പകരം നിഫാസ് ആണെങ്കിലും സെയിം തന്നെ. അതേസമയം തുഹറിലാണ് അവളുടെ തൊലാഖ് സംഭവിക്കുന്നത് എങ്കിൽ ആ തുഹറിന് മുതൽ ഒന്നാമത്തെ ഹൈദ് ഉണ്ടായാൽ ഒരു ശുദ്ധിയായി, രണ്ടാമത്തെ ഹൈദ് ഉണ്ടായാൽ 2 ശുദ്ധിയായി, മൂന്നാമത്തെ ഹൈദ് ഉണ്ടായാൽ 3 ശുദ്ധിയായി. മൂന്നാമത്തെ ഹൈദോടുകൂടി എന്താകും, അവളുടെ കാലയളവ് കഴിയുന്നതാണ്, പൂർത്തിയാകുന്നതാണ്. വൽ മർഅത്തുല്ലത്തി ലം തഹിദ്, ഇനിയിപ്പോൾ ഹൈദ് ഇല്ലാത്ത പെണ്ണ്, ഹൈദ് ഉണ്ടായിട്ടേ ഇല്ല, ഒന്നുകിൽ പ്രായമൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഹൈദ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു സ്ത്രീയാണ് എങ്കിൽ, ഔ ഹാലത്ത് സുമ്മങ്കത്ത, അല്ലെങ്കിൽ ഹൈദൊക്കെ ഉണ്ടായി പിന്നെ അത് നിലച്ചു എന്ന് പറഞ്ഞാൽ ഇസത് മിനൽ ഹൈദ്, അത് ഇനി ഉണ്ടാകൂല, ഹൈദിൽ നിന്ന് നിരാശയായി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈദ് ഇനി ഒരിക്കലും ഉണ്ടാവൂല എന്നുള്ള ഒരു പ്രായം, ബി ബുലൂഗിഹ സിന്നൽ യഅ്സി, ആ യഅ്സിന്റെ പ്രായം എത്തൽ കൊണ്ട്. അല്ലാതെ ഇപ്പം ഒരു കുറച്ച് 5-6 കൊല്ലമായിട്ട് ഉണ്ടാവുന്നില്ല എന്ന് കരുതിയിട്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു പെണ്ണിന് 35-40 വയസ്സായിട്ടേ ഉള്ളൂ, ഒരു കുറേ കാലമായിട്ട് ഇപ്പം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അത് എന്താവില്ല, നിരാശയാണെന്ന് പറയാൻ പറ്റില്ല. സിന്നുൽ യഅ്സ് എത്തുന്നതോടുകൂടിയാണ് നിരാശ, അതിനി ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുക. ഈ സിന്നുൽ യഅ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇസ്നത്താനി വസിത്തുന സന, 62 വയസ്സാണ്. 62 വയസ്സായാൽ പിന്നെ ഹൈദ് ഉണ്ടാവില്ല എന്ന് എന്ത് ചെയ്യാം, ഉറപ്പിക്കാം. അപ്പോൾ എന്താ പറഞ്ഞത്, ഒരു പെണ്ണ് തീരെ ഹൈദ് ഉണ്ടാവാത്ത സ്ത്രീയാണ്, അല്ലെങ്കിൽ ഹൈദ് ഉണ്ടായി അത് നിലച്ച് 62 വയസ്സാകുന്ന സിന്നുൽ യഅ്സിലേക്ക് എത്തിയത് കൊണ്ട് ഇനി ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പായ, ഹൈദിൽ നിന്ന് നിരാശയാവുക എന്ന് പറഞ്ഞാൽ ഹൈദ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാവുക, അങ്ങനെ ഉള്ള സ്ത്രീയോ ആണെങ്കിൽ, അപ്പോൾ ഒന്ന് ഹൈദ് തീരെ ഉണ്ടാവാത്തത്, രണ്ടാമത്തത് ഹൈദ് നിലച്ചത്, ഈ 2 കണ്ടീഷനുള്ള സ്ത്രീകളാണ്. ഇവർക്ക് ശുദ്ധികാലം കണക്കാക്കാൻ കഴിയില്ലല്ലോ, ഇവർക്ക് ഹൈദ് ഉണ്ടാവുന്നില്ലല്ലോ, അപ്പോൾ ശുദ്ധികാലം കണക്കാക്കാൻ കഴിയില്ല. ഫമുദ്ദത്തു ഇദ്ദത്തിഹ, അപ്പോൾ അവരുടെ ഇദ്ദയുടെ കാലയളവ് സലാസത്തു അശ്ഹുരിൻ ഹിലാലിയത്തിൻ, ചന്ദ്രമാസങ്ങളിൽ നിന്ന് 3 മാസമാണ്. ചന്ദ്രമാസം വെച്ച് 3 മാസമാണ് കണക്കാക്കേണ്ടത്, ഇംഗ്ലീഷ് മാസമല്ല കണക്കാക്കേണ്ടത്, ചന്ദ്രമാസം. അതായത് നമ്മൾ മുഹറം, സഫർ, റബീഉൽ അവ്വൽ എന്നൊക്കെ ഉണ്ടെന്ന ഹിജ്റ കലണ്ടറിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ചന്ദ്രമാസം, ആ ചന്ദ്രമാസ പ്രകാരം 3 മാസമാണ് അവളുടെ കാലയളവ്. നമ്മൾ ഇസ്ലാമിലെ എല്ലാ കണക്കുകൾക്കും ഈ ചന്ദ്രമാസം തന്നെയാണ് കണക്കാക്കേണ്ടത്. അപ്പം ആ ചാന്ദ്രമാസം, 3 ചാന്ദ്രമാസമാണ് ഹൈദ് ഉണ്ടാവാത്ത, അല്ലെങ്കിൽ ഹൈദ് മുറിഞ്ഞ് നിലച്ചു പോയ സ്ത്രീക്കുള്ള ഇദ്ദയുടെ കണക്ക്. ഹൈദ് ഉണ്ടാവുന്ന സ്ത്രീക്കാണെങ്കിൽ 3 ഖുർ ആണ്, 3 ഖുർ എന്ന് പറഞ്ഞാൽ 3 ശുദ്ധികാലമാണ്. അതേസമയം ഇല്ലാത്ത സ്ത്രീക്കാണെങ്കിൽ 3 ചന്ദ്രമാസമാണ് കണക്ക്. ഇനി എന്താ പറയുന്നത്, ഇപ്പം അത് കഴിഞ്ഞു. അമ്മൽ അമത്തു, അപ്പോൾ നമ്മൾ സ്വതന്ത്ര സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. അമ്മൽ അമത്തു, അടിമ സ്ത്രീയാണെങ്കിൽ ഫഇദ്ദത്തുഹാ നിസ്ഫു ഇദ്ദത്തിൽ ഹുറത്തി, അവളുടെ ഇദ്ദ ശരിക്കും പറഞ്ഞാൽ സ്വതന്ത്ര സ്ത്രീയുടെ പകുതിയാണ്. സ്വതന്ത്ര സ്ത്രീയുടെ പകുതി എന്ന് പറയുമ്പം 3ന്റെ പകുതി 1.5 അല്ലേ, 1.5 നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ കമ്മലത്തെ തുഹറ സാനിയ, രണ്ടാമത്തെ തുഹറിനെ അവൾ പൂർത്തിയാക്കണം. ശരിക്കും 1.5 ആണ്
കണക്ക് വേണ്ടത്. കാരണം സ്വതന്ത്ര സ്ത്രീയുടെ പകുതി, എല്ലാ കാര്യങ്ങളിലും അടിമകൾക്ക് സ്വതന്ത്രയുടെ പകുതിയാണ് കണക്ക്. അപ്പം സ്വതന്ത്ര സ്ത്രീയുടെ പകുതിയാണ് അവളുടെ ഇദ്ദ എന്ന് പറയുമ്പം അവൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ശുദ്ധികാലം പൂർത്തിയാക്കണം. അതോടുകൂടിയാണ് അവളുടെ ഇദ്ദ പൂർത്തിയാവുക. ദിവസം കണക്കാക്കിയിട്ട് 1.5 എന്നതിൻ്റെ കൃത്യമായൊരു ദിവസം കണക്കാക്കിയിട്ട് എടുക്കാനൊന്നും പാടില്ല. രണ്ടാമത്തത് പൂർത്തിയാകുന്നത് വരെ ഇദ്ദയിരിക്കണം. വതജിബുൽ ഇദ്ദത്തു, ഇദ്ദ നിർബന്ധമാണ്. ലിവഫാത്തി സൗജിൻ, സൗജ് മരണപ്പെട്ടാൽ, ഭർത്താവ് മരണപ്പെട്ടാലും ഇദ്ദ നിർബന്ധമാണ്. ഹത്താ അല റജഇയ്യത്തിൻ, അത് റജഇയ്യത്തായിട്ട് ത്വലാഖ് ചെയ്യപ്പെട്ട പെണ്ണാണെങ്കിൽ പോലും ഭർത്താവ് മരണപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഇദ്ദയിരിക്കണം. ഈ ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ ഇദ്ദ വേറെ കണക്കിലാണ് വരിക, മറ്റേതുപോലെയല്ല. അതേപോലെ തന്നെ ഗൈരി മൗത്തുഅത്തല്ലാത്ത പെണ്ണിനും ഇത് നിർബന്ധമാണ്. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു വാത്തി ആണെങ്കിൽ സൗജ് അവളെ വത്തു ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇത് നിർബന്ധമുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞിടത്തൊക്കെ, മുഫാറഖത്ത് ഉണ്ടാകുമ്പോൾ. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ മൗത്തുവത്തല്ലെങ്കിൽ പോലും, ഭർത്താവ് മരണപ്പെട്ടാൽ മൗത്തുവത്തല്ലെങ്കിൽ പോലും അവൾ എന്ത് ചെയ്യണം? കുറച്ച് ദിവസമല്ല, അതിൻ്റെ കണക്ക് പറയും, അവൾ ഇദ്ദയിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ റജഇയ്യാത്തായ പെണ്ണാണെങ്കിലും മൗത്തുവത്ത് അല്ലാത്ത പെണ്ണാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? വഫാത്തിൻ്റെ ഇദ്ദ നിർബന്ധമായിട്ടിരിക്കണം. എത്രയാണ് ഇരിക്കേണ്ടത്? ബി അർബഅത്തി അശ്ഹുരിൻ വ അശ്റത്തി അയ്യാമിൻ, 4 മാസവും 10 ദിവസവും. 4 മാസവും 10 ദിവസവും എന്ത് ചെയ്യണം? ഇദ്ദയിരിക്കണം. മഅ ഇഹ്ദാദിൻ, ഇഹ്ദാദോടു കൂടി ഇദ്ദയിരിക്കണം. ഇഹ്ദാദ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് നമുക്കത് പഠിക്കാനുണ്ട്, ഇൻഷാ അല്ലാഹ് അപ്പോൾ പറയാം. വതഅതദ്ദുൽ ഹാമിലു, ഹാമില് ഇദ്ദയിരിക്കണം. ഹാമിൽ എന്ന് പറഞ്ഞാൽ ആരാ? ഗർഭിണി ഇദ്ദയിരിക്കേണ്ടത് വഫാത്തിൻ ഔ ഗൈരിഹ, വഫാത്തിനാവട്ടെ അല്ലാതിരിക്കട്ടെ. ഹാമിലാണെങ്കിൽ അവൾ ഇദ്ദയിരിക്കേണ്ടത് ബി വദ്ഇ ഹംലിഹ, അവളുടെ ഹംല് പ്രസവിക്കുന്നത് വരെയാണത് ഒഴിവാകുന്നത്. ഹംല് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലായാലും ശരി, ആ ഗർഭം ഒഴിവാകുന്നത് വരെയാണ് എന്ത് ചെയ്യേണ്ടത്? അവൾ ഇദ്ദയിരിക്കേണ്ടത്. അത് വഫാത്തിനായാലും അല്ലെങ്കിലും ഒക്കെ ഹാമിലിൻ്റെ ഇദ്ദ എപ്പോഴും അങ്ങനെയാണ്. വഫാത്തിൻ്റെ ഇദ്ദ 4 മാസവും 10 ദിവസവുമാണ്. അത് ശുദ്ധിയുള്ളവളോ ഹൈലുള്ളവളോ ഇല്ലാത്തവളോ അങ്ങനത്തെ കണക്കുകളൊന്നുമില്ല. 4 മാസവും 10 ദിവസമാണ് വഫാത്തിൻ്റെ ഇദ്ദ. അത് മൗത്തുവത്ത് അല്ലെങ്കിൽ പോലും ഇരിക്കൽ നിർബന്ധമാണ്. റജഇയ്യത്തിനും വഫാത്തിൻ്റെ ഇദ്ദ നിർബന്ധമാണ്. സാധാരണഗതിയിൽ ഇദ്ദ നിർബന്ധമാകുന്നത് ആർക്കാണ്? സൗജ് വാത്തി ആണെങ്കിൽ, അങ്ങനെയുള്ള ഹയ്യായ സൗജ് വേർപിരിയുമ്പോൾ എന്ത് ചെയ്യണം? 3 ശുദ്ധികാലമോ അല്ലെങ്കിൽ ഹൈൽ ഉണ്ടാവാത്ത പെണ്ണാണെങ്കിൽ 3 മാസമോ ഇദ്ദയിരിക്കണം. മരണപ്പെട്ട സൗജാണെങ്കിൽ, സൗജ് മരണപ്പെട്ടതിൻ്റെ പേരിലാണ് ഇദ്ദയിരിക്കുന്നതെങ്കിൽ 4 മാസവും 10 ദിവസവും ഇരിക്കണം. എല്ലാവരും 4 മാസവും 10 ദിവസവും തന്നെയാണ് ഇരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മരണത്തിൻ്റെ ഇദ്ദയിൽ ഇഹ്ദാദ് വേണം എന്നത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഖാല അല്ലാഹു തആല പറയുന്നു, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കുള്ള തെളിവ് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അല്ലാഹു തആല കൃത്യമായി പറഞ്ഞിട്ടുള്ള ആയത്തുകളാണ് തെളിവ്. എന്താണ് ആയത്ത്? വൽ മുതല്ലഖാത്തു, ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന, യന്തദിർന ബി അൻഫുസിഹിന്ന എന്നാണ്. അവരുടെ ശരീരത്തെ കാത്തുവെക്കണം, അല്ലെങ്കിൽ അവർ സ്വയം കാത്തിരിക്കണം. നിക്കാഹിൽ നിന്ന് കാത്തിരിക്കണം, നിക്കാഹ് ചെയ്യാതെ കാത്തിരിക്കണം എന്നർത്ഥം. സലാസത്ത ഖുറൂഇൻ, 3 ശുദ്ധികാലം. സൂറത്തുൽ ബഖറയിൽ ആയത്താണ്. വഖാല തആല, വേറൊരു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, വല്ലായി യഇസ്ന മിനൽ മഹീദ്, ഹൈളിൽ നിന്ന് നിരാശരായ സ്ത്രീകൾ. ഹൈലിൽ നിന്ന് നിരാശരാവുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ 62 വയസ്സാകുന്നതോടു കൂടിയാണ് ഇനി ഒരിക്കലും ഹൈൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന പ്രായം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് 62 വയസ്സാണെന്ന് ഖുർആൻ പറഞ്ഞതല്ല, അത് പണ്ഡിതന്മാർ അവരുടെ റിസർച്ചിലൂടെ കണ്ടെത്തിയതാണ്. അപ്പോൾ ആ പ്രായമെത്തി, അതുകൊണ്ട് ഹൈലിൽ നിന്ന് നിരാശരായ സ്ത്രീകൾ. മിൻ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന്, ഹൈലിൽ നിന്ന് നിരാശരായ സ്ത്രീകൾ. ഇനി ഇർത്തബത്തും, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ശക്കത്തും ഫി ഇദ്ദത്തിഹിന്ന, അവരുടെ ഇദ്ദ എത്രയാണെന്നുള്ളതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിന് മറുപടി ഇതാ, ഫഇദ്ദത്തുഹുന്ന സലാസത്തു അശ്ഹുരിൻ, അവരുടെ ഇദ്ദ 3 മാസമാകുന്നു. വല്ലായി ലം യഹൈദ്ന, തീരെ ഹൈൽ ഉണ്ടാവാത്ത സ്ത്രീകൾക്കും ഇത് തന്നെയാകുന്നു കണക്ക്. ഫഇദ്ദത്തുഹുന്ന സലാസത്തു അശ്ഹുരിൻ, അവർക്കും 3 മാസം തന്നെയാണ്. തീരെ ഉണ്ടാവാത്തത് എന്ന് പറയുമ്പോൾ അറിയാലോ, സ്റ്റാർട്ട് ചെയ്യാതെ, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത്. വ ഉലാത്തുൽ അഹ്മാലി, ഹംലുള്ള ആളുകൾ, അജലഹുന്ന, അവരുടെ അവധി കാലയളവ്, അയ്യദഅന ഹംലഹുന്ന, അവർ ആ ഹംല് വദഅ് ചെയ്യുന്നത് വരെയാണ്, ആ ഗർഭം അവരുടെ ഗർഭപാത്രത്തിലുള്ളത് പുറത്തേക്ക് വരുന്നത് വരെയാകുന്നു അവരുടെ ഇദ്ദയുടെ കാലാവധി. അപ്പോൾ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നുജീബ്, നമുക്ക് ഉത്തരം പറയാം. അൽ ഇദ്ദത്തു മാഹിയ, ഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? മുദ്ദത്തുൻ തൻതളിറു ഫീഹൽ മർഅതു ലിമഅരിഫതി ബറാഅതി റഹ്മിഹ മിനൽ ഹംലി ഔ ലിതഅബ്ബുദി ഔ ലിതഫജ്ജുഇഹ അലാ സൗജിൻ മാത. ഇത് പറയാൻ, ഇത് ഫുള്ളായിട്ട് പഠിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് മുദ്ദത്തുൻ തൻതളിറു ഫീഹൽ മർഅതു എന്നത് വരെ നിർബന്ധമായിട്ടും, ലിമഅരിഫതി ബറാഅതി റഹ്മിഹ മിനൽ ഹംലി എന്നത് വരെ ഒരു നോർമലായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഔ ലിതഅബ്ബുദി ഔ ലിതഫജ്ജുഇഹ അലാ സൗജിൻ മാത, ഇത്രയും കൂടെ ഉണ്ടാകുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. രണ്ടാമത്തെ തഅബ്ബുദു മാഹുവ, തഅബ്ബുദ് എന്ന് പറഞ്ഞാൽ എന്താണ്?
തഅബ്ബുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അംറുൻ ലാ തുദറക്കു ഹിക്മത്തുഹു, യുക്തിക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ യുക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഹുക്മുൽ ഇദ്ദത്തി മാഹുവ, ഇദ്ദയുടെ ഹുക്കുമ് എന്താണ്? ഇദ്ദയുടെ ഹുക്കും എന്താ? വാജിബാണ്, നിർബന്ധമാണ്. ഇത് നിർബന്ധമാണ്, എല്ലാവരും ഇരിക്കണം, നിർബന്ധമാണ് അല്ലേ? ഇനി മുദ്ദത്തുൽ ഇദ്ദത്തിൽ ഹുറത്തിൻ തഹീലു, ഹൈലുണ്ടാകുന്ന സ്വതന്ത്ര സ്ത്രീയുടെ ഇദ്ദയുടെ കാലയളവ് എത്രയാണ്? 3 ശുദ്ധി കാലയാണ് അല്ലേ? സലാസത്തു ഖുറൂഇൻ. ഖുറ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഖറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖറിന്റെ ജമ്മാണ് ഖുറു എന്ന് പറയുന്നത്. ഖറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖറ് എന്ന് പറഞ്ഞാൽ തുഹ്റുൻ ബൈനൽ ഹൈലത്തൈനി ഔ ബൈന ഹൈലിൻ വനിഫാസ്. തുഹ്റുൻ ബൈനൽ ഹൈലത്തൈനി ഔ ബൈന ഹൈലിൻ വനിഫാസ്. 2 ഹൈലുകളുടെയോ അല്ലെങ്കിൽ ഒരു ഹൈലിന്റെയും ഒരു നിഫാസിന്റെയോ ഇടയിലുള്ള ശുദ്ധി കാലത്തെയാണ് ഖറ് എന്ന് പറയുന്നത്. സിന്നുൽ യഅ്സി മിനൽ ഹൈദി കം ഹുവ, ഹൈദ് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന നിരാശ ആവുന്ന കാലം എത്രയാണ്? ഹൈദിൽ നിന്ന് നിരാശ എന്ന് പറഞ്ഞാൽ, ഇത് നിരാശ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷയില്ലാതിരിക്കാന്നേ അർത്ഥമുള്ളൂ കേട്ടോ. അല്ലാതെ ഹൈദ് ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിരാശ നമ്മളൊരു നിരാശ ഉണ്ടാകാത്തതിലല്ല. അതിൽ പ്രതീക്ഷ മുറിയുന്ന കാലയളവ് എത്രയാണ്? ആ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് പ്രായം? 62 വയസ്സാണ്. ഇസ്നത്താനി വസിത്തൂന സനത്തൻ അല്ലേ? ഇനി മുദ്ദത്തുൽ ഇദ്ദത്തിൽ ലം തഹിദ്, ഹൈദ് ഉണ്ടാവാത്ത സ്ത്രീയുടെ ഇദ്ദയുടെ കാലയളവ് 3 ചാന്ദ്രമാസമാണ് എന്ന് പറഞ്ഞാൽ സലാസത്തു അഷ്ഹുരിൻ ഹിലാലിയ. മുദ്ദത്തു ഇദ്ദത്തിൽ അമത്തി, അടിമയുടെ എത്രയാണ്? നിസ്ഫു ഇദ്ദത്തിൽ ഹുറത്തി എന്നാണ് പറയേണ്ടത്. സ്വതന്ത്ര സ്ത്രീയുടെ ഇദ്ദയുടെ പകുതിയാണ്. മുദ്ദത്തു ഇദ്ദത്തിൽ വഫാത്ത്, വഫാത്തിന്റെ ഇദ്ദയുടെ കാലയളവ് എത്രയാണ്? 4 അഷ്ഹുരിൻ വ 10 അയ്യാം, 4 മാസവും 10 ദിവസവുമാണ് അവർ ഇദ്ദയിരിക്കേണ്ടത്. മുദ്ദത്തു ഇദ്ദത്തിൽ ഹാമിലി, ഹാമിലിന്റെ ഇദ്ദയുടെ കാലയളവ് ബി വദഇ ഹംലിഹ, അവൾ പ്രസവിക്കുന്നത് വരെയാണ്. പൂർത്തിയാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത്ത ഖുറൂ. അത് പൂർത്തിയാക്കാനൊക്കെ പറയുമ്പം തഫ്സീറൊന്നും എഴുതേണ്ട, ആയത്ത് മാത്രം എഴുതിയാൽ മതി. ഖാല തആല വല്ലാഇ യഇസ്ന മിനൽ മഹീദി മിൻ നിസാഇകും ഇൻ ഇർതബതും ഫഇദ്ദതുഹുന്ന സലാസത്തു അശ്ഹുരിൻ വല്ലാഇ ലം യഹ്ളൻ വൗലാത്തുൽ അഹ്മാലി അയ്യദഅന ഹംലഹുൻ. ഇതിന്റെ അർത്ഥം എന്താണ്? വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത്ത ഖുറൂ എന്ന് പറഞ്ഞാൽ ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ 3 ശുദ്ധികാലം അവരുടെ ശരീരത്തെ കാത്തുവെക്കണം, നിക്കാഹ് ചെയ്യാതെ സ്വയം കാത്തിരിക്കണം. ഇനി പിന്നെ രണ്ടാമത്തെ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഹൈലിൽ നിന്ന് പ്രതീക്ഷ മുറിഞ്ഞ സ്ത്രീകളുടെ ഇദ്ദയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവരുടെ ഇദ്ദ 3 മാസമാകുന്നു. ഹൈൽ ഉണ്ടാവാത്ത സ്ത്രീകളുടേതും 3 മാസം തന്നെയാകുന്നു. അതേസമയം ഗർഭമുള്ള സ്ത്രീകൾക്ക് അവരുടെ ഗർഭം ഒഴിവാകുന്നത് വരെയാകുന്നു, പ്രസവിക്കുന്നത് വരെയാകുന്നു അവരുടെ ഇദ്ദയുടെ കാലാവധി. ഇത്രയുമാണ് ആ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം. സ്വാദ് ലിസ്സിഗാർ.